എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 3-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നു മുതൽ സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ പുതിയ വില പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സാധനങ്ങളുടെയും 13 സബ്സിഡി സാധനങ്ങളിൽ ഓരോന്നിന്റെയും വില നോക്കുകയാണ് എങ്കിൽ 1 കിലോ ചെറുപയർ 85 രൂപ, ഉഴുന്ന് 87 രൂപ, കടല 63 രൂപ, വൻപയർ 68 രൂപ, തൂവരപ്പരിപ്പ് 83 രൂപ, മുളക് 1 കിലോ 136 രൂപ, മല്ലി 1/2 കിലോ 47 രൂപ, പഞ്ചസാര 1 കിലോ 34 രൂപ 65 പൈസ, വെളിച്ചെണ്ണ 1 ലിറ്റർ 249 രൂപ. ഇതിൽ 1/2 ലിറ്ററിന് മാത്രമാണ് സബ്സിഡി ഉള്ളത്. 1/2 ലിറ്റർ സബ്സിഡി ഇല്ലാതെയും കൂടി ചേർന്നാണ്. പക്ഷേ 1/2 ലിറ്ററിന്റെ പാക്കറ്റ് ലഭ്യമല്ല. 1 ലിറ്ററിന്റെ പാക്കറ്റ് 249 രൂപക്ക് വാങ്ങണം. ജയ അരി, കുറുവ അരി, മട്ടരി എന്നിവക്ക് 33 രൂപ വീതം നൽകണം. പച്ചരി 29 രൂപക്കും വാങ്ങാവുന്നതാണ്. രണ്ടാം വില നെല്ല് സംഭരണത്തിനുള്ള രജിസ്ട്രേഷൻ നാളെ അവസാനിക്കുന്നതാണ്. ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത കർഷകർ www.supplycopadi.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ഈ മാസമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അവസാന തീയതിയും വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് വിവാഹിതയല്ല, പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അവസാന തീയതിയും. അപ്പോൾ ജൂൺ 30 മുമ്പ് ഇതെല്ലാം നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ 5-6 മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ്. മാർച്ച് 31 വരെയായിരുന്നു ഇതിന് സമയം ഉണ്ടായിരുന്നത്. പിന്നീട് കഴിഞ്ഞ സർക്കാർ സമയം നീട്ടിയതാണ്. 6 മാസത്തോളമാണ് മൊത്തം സമയം ലഭിച്ചിട്ടുള്ളത്. വരുമാന സർട്ടിഫിക്കറ്റ് മുമ്പൊക്കെ പറഞ്ഞതാണ്. 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും പെൻഷൻ അനുവദിച്ച് കിട്ടിയതിനു ശേഷം വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള 2019 ഡിസംബർ 31 മുമ്പുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ ഇനിയും ഈ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. 2020 ജനുവരിക്ക് ശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളവരും വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. അല്ലാത്തവർ 30-ാം തീയതി ജൂൺ 30 മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ നോൺ മാരേജ് സർട്ടിഫിക്കറ്റും നൽകുക. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇവിടങ്ങളിലെല്ലാം ഭരണങ്ങൾ മാറി, ചില ഭരണങ്ങൾ തുടരുന്നു. എന്തായാലും മെമ്പർമാർ മാറിയിട്ടുണ്ടാകും, കൗൺസിലർമാർ മാറിയിട്ടുണ്ടാകും. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് എന്തെല്ലാം ലഭിച്ചു? പദ്ധതികൾ നിരവധിയുണ്ട്. നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടി? ഓരോ വ്യക്തികൾക്കും വ്യക്തിഗത ആനുകൂല്യങ്ങളും ഗ്രൂപ്പായിട്ടുള്ള ആനുകൂല്യങ്ങളുമുണ്ട്. ഇത്തരം പദ്ധതികളിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ മെമ്പറെ വിളിച്ച് ചോദിക്കുക. ഓരോ വ്യക്തിക്കും നിരവധി ആനുകൂല്യങ്ങളാണ് ഓരോ വർഷവും സർക്കാർ വിതരണം ചെയ്യുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിൽ പഞ്ചായത്തുകളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമസഭയിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതുണ്ട്. കൃഷി, പാർപ്പിടം, റോഡ് നിർമ്മാണം, കുടിവെള്ളം, വനിതാ ക്ഷേമം, SC/ST വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പദ്ധതികൾ, വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾക്കുള്ള നിരവധി സഹായ പദ്ധതികൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള നിരവധി പദ്ധതികൾ, കോഴി, ആട്, മറ്റ് മൃഗങ്ങൾ, അവക്കുള്ള കൂടുകൾ, ഇവയെല്ലാം ലഭിക്കുന്ന പദ്ധതികളെല്ലാം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ഉണ്ട്. ഇപ്പോൾ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടോ, കിട്ടിയിട്ടില്ലേ? അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് ഇനിയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. മാർച്ചിന് മുമ്പാണ് ഓരോ സാമ്പത്തിക വർഷത്തെയും പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതാത് പഞ്ചായത്താണ് തീരുമാനിക്കുന്നത്. പ്രധാനമായും ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചെല്ലാം വ്യക്തമായി അറിയുന്നതിന് നിങ്ങളുടെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ കൃത്യമായ ആനുകൂല്യങ്ങൾ അപേക്ഷ നൽകി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. വിവിധ പദ്ധതികളിലേക്ക് ആളുകളെ കണ്ടെത്തുന്നതിനും അവർക്ക് അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി കൊടുക്കുക എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ കർമ്മ പദ്ധതികളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ 90% ആനുകൂല്യങ്ങളും APL, BPL വ്യത്യാസമില്ലാതെ തന്നെയാണ് ലഭിക്കുന്നത്. പ്രധാനമായും സ്ത്രീകൾക്ക്, മുതിർന്നവർക്ക്, വാർദ്ധക്യ സഹജമായിട്ടുള്ള ആളുകൾക്ക്, കർഷകർക്ക് എല്ലാം തന്നെ ഉപകാരപ്പെടുന്ന വിവിധ പദ്ധതികളാണ് പഞ്ചായത്തുകളിലൂടെ നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് അതിദരിദ്രർക്കുള്ള സർവേ നടന്ന് അതിദാരിദ്ര്യ മുക്ത കേരളം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു.
ഇതേ രീതിയിൽ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വ്യക്തിഗത ഗുണഭോക്തൃ ലിസ്റ്റ് പ്രകാരം വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള തുക അനുസരിച്ച് അവർക്ക് ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ പഞ്ചായത്തുകളിലൂടെ ഏകദേശം 11ഓളം വിഭാഗങ്ങളിലായി വിവിധ തരത്തിലുള്ള ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ചില പഞ്ചായത്തുകളിൽ കൂടുതൽ സഹായം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നിരവധി പഞ്ചായത്തുകളിൽ സ്വീകരിക്കുന്നുണ്ട്. പല ആളുകൾക്കും ഇത് അറിയുക പോലുമില്ല. വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ 2 തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കാൻ ഇരിക്കുകയാണ്. ഇതിനു വേണ്ടിയുള്ള അപേക്ഷാ ഫോം നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇതിലൊന്ന് കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമാണ്. മറ്റൊന്ന് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുമാണ്. രണ്ടിൽ കൂടി ഏകദേശം 11ഓളം വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ 11 വിഭാഗങ്ങളിൽ നിന്നും നിങ്ങളുടെ അർഹതാ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പദ്ധതിയിലേക്കാണോ അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ കറവ പശുക്കൾക്ക് കാലിത്തീറ്റ എത്തിക്കുന്നതിനുള്ള സഹായം, വനിതകൾക്ക് ആട് വളർത്തുന്നതിനുള്ള ധനസഹായം, പശു വളർത്തൽ, പോത്തു വളർത്തൽ, പശുത്തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കൂട് എന്നിങ്ങനെ നിരവധി പദ്ധതികളിലേക്ക് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. വാർഷിക വരുമാനം 5 ലക്ഷത്തിന് താഴെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കട്ടിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ലഭ്യമാകുക. ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സ്കോളർഷിപ്പും ലഭ്യമാകുന്നതാണ്. വരുമാന പരിധി 2 ലക്ഷം രൂപയിൽ കുറവാണ് എങ്കിൽ വീട് പുതുക്കി പണിയുന്നതിനുള്ള ധനസഹായം ലഭ്യമാകും. ഇതിൽ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും വീടിൻ്റെ വിസ്തീർണം 100 സ്ക്വയർ ഫീറ്റിൽ കൂടാനും പാടില്ല. വീടിൻ്റെ വിസ്തീർണം 100 സ്ക്വയർ മീറ്ററിൽ കൂടാനും പാടില്ല. മറ്റൊന്ന് ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയർ പഞ്ചായത്തുകൾ വഴി വിതരണം ചെയ്യുന്ന പദ്ധതിയുണ്ട്. അതുപോലെ വ്യക്തിഗത കിണറുകളുടെ ശുദ്ധീകരണത്തിനും റീചാർജിങ്ങിനും സഹായം ലഭിക്കും. വീട്ടുവളപ്പുകളിൽ കുളം ഉണ്ട് എങ്കിൽ മത്സ്യകൃഷിക്കും സഹായം ലഭിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ. കർഷകർക്കുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. നെൽകർഷകർക്കുള്ള സഹായം, കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് സെറ്റ് വാങ്ങുന്നതിനുള്ള ധനസഹായം, സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വനിതകൾക്ക് സഹായം ലഭ്യമാവുന്നതാണ്. ഇടവിള കൃഷിക്ക് പ്രോത്സാഹനമായിട്ട് ധനസഹായം നൽകുന്നുണ്ട്. അതോടൊപ്പം വിവിധ ഇനം ഫലവൃക്ഷ തൈകളുടെ വിതരണവും നടക്കുന്നുണ്ട്. തെങ്ങ് കൃഷിക്ക് ജൈവവളം ലഭിക്കുന്നതാണ്. വനിതകൾക്കും JNG ഗ്രൂപ്പുകൾക്കും കൃഷിക്കും കുരുമുളക് കൃഷിക്കുമെല്ലാം ധനസഹായം ലഭ്യമാവുന്നതാണ്. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, നികുതി രസീറ്റ് കോപ്പി, ബാങ്ക് പാസ്ബുക്ക്, മറ്റ് വിശദാംശങ്ങൾ എന്നിവ നൽകേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ട് എങ്കിൽ അതാത് പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപേക്ഷ നൽകി ഈ പദ്ധതിയിലെ ഗുണഭോക്തൃ ലിസ്റ്റ് അന്തിമമായി പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓരോ പഞ്ചായത്തിലും ഈ പറഞ്ഞ പദ്ധതികളിൽ നേരിയ വ്യത്യാസങ്ങൾ വന്നിരിക്കും. അതായത് പഞ്ചായത്താണ് എന്ത് പദ്ധതികളിലാണ് നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതാത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ആ ഒരു തീരുമാനം എടുക്കുന്നത്. പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറെയോ കണ്ട് സംസാരിക്കുക. സംസ്ഥാനത്ത് കാലവർഷം ആരംഭിച്ചു. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 11 ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ പരക്കെ മഴ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പിൽ വ്യക്തമാവുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.